ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജെല്ലിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജെല്ലി ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ജെല്ലി പൗഡർ യൂസ് ചെയ്തിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ ജെല്ലി പൗഡറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രോബെറി ഫ്ലേവറാണ്. ഇത് പല ഫ്ലേവറിലും അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം ഈ ഒരു പൗഡർ ഒരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആ പാക്കറ്റ് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് ചൂടുവെള്ളമാണ്. ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് ചൂടാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജെല്ലി റെഡിയായി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിക്കണമെന്നേ ഉള്ളൂ. ഈസിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിതൊരു ട്രേയിലോട്ട് മാറ്റുന്നുണ്ട്. ജെല്ലി നമ്മൾ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, താഴെ വെച്ചാൽ മതി. താഴെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ജെല്ലി ആയതുകൊണ്ട് തന്നെ, അതായത് ജെലാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നമ്മൾ ചനഗ്രാസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഇത് വെച്ചാൽ മതി. നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല ജെല്ലിയുടെ ടെക്സ്ചറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ട്രേയിലാണോ ഒഴിച്ച് വെക്കേണ്ടത് അതിനനുസരിച്ച് വെക്കാം കേട്ടോ. ഞാനിത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ജെല്ലിയുടെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ അല്ലെങ്കിൽ പല ഷേപ്പുകളിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുത്താലും മതി. ഇതിലേറെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയാണ്. കണ്ടില്ല, നല്ല ജെല്ലിയുടെ നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ജിഗിൾ ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പം ഇത് നമുക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.